സത്യം പറയാലോ വിശ്വട്ടാ ചേച്ചി ഡേ ഇവിടെ വിളമ്പി തരുന്ന ഈ ചോറ് ഉണ്ണണോന്ന് എനിക്കില്ല അറിയാവോ? മിണ്ടാതിരുന്ന് കഴിക്കുക കൃഷ്ണ. കൃഷ്ണ എന്നല്ല ഓടിക്കെന്ന് വിളിക്കണം. ഓടി കൃഷ്ണൻ. ഈ വീക്കെൻ PKV എന്നൊക്കെ പറയുന്ന പോലെ ഓടി കൃഷ്ണൻ. എനിക്ക് എത്ര നല്ല ആലോചനകൾ വന്നതാ. ചേച്ചിക്ക് അറിയാലോ, ഡോക്ടർമാര്, എഞ്ചിനീയർമാര്. പിന്നെ ഡാക്ടർ ഏതോ വ്യാജ ഡാക്ടർ ആയിരിക്കും വന്നത്. അയ്യടാ, ഏതോ ഭാഗ്യം പറഞ്ഞ വീട്ടിലാണ് ആ ഡാക്ടർ. ഏതായാലും കെട്ടേണ്ടി വന്നില്ലല്ലോ, അതുകൊണ്ടല്ലേ എന്റെ തലയിലായത്. ചേച്ചിയുണ്ട് ഓടിക്ക് ഇങ്ങോട്ട് നോക്ക്. ഇവളിപ്പോ എന്റെ സംരക്ഷണത്തിലാണ്. ഇവിടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അയ്യോ ചേച്ചി അല്ലാതെ ഇവളെ. ചേച്ചി വേണ്ട, ഒന്നും പറയണ്ട. വാടക വീട് നോക്കുന്നുണ്ടല്ലോ അല്ലേ? അതെന്ത് വിശ്വട്ടാ അങ്ങനെ? അല്ല ഞാൻ ഇവിടെ താമസിക്കുന്ന എന്തെങ്കിലും നീ അവിടെ അവിടെ ഇരിക്കേ. ഞാനതല്ല പറഞ്ഞത്, ഒരു സ്ഥാപനമൊക്കെ തുടങ്ങുമ്പോ. അതുകൊണ്ടല്ലേ ബോർഡ് വെക്കാത്തത്. ഓ ദേ വിശ്വേട്ടന് സഹിച്ചേച്ചും കൂടെ വീട് അന്വേഷിക്കണം. വീട് കിട്ടിയാൽ ആ നിമിഷം ഞാൻ മാറിയേക്കാം. പക്ഷെ ഇവളോടൊത്ത് താമസിക്കുന്നത് ഞാൻ എന്റെ ദൈവത്തെ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെറുതെ ഇവള് വഴക്ക് പറയുന്നത്. ചേച്ചി പറഞ്ഞത് കൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. പിന്നൊരു കാര്യം, ആ അമ്മാവനോട് ചെറിയ അകലം വിട്ട് നിന്നാ മതി. അതെന്താ? എത്തിയല്ലേ? എന്താ കുട്ടി? ഓ ഒന്നുമില്ല മാവ. അല്ല, ഓരോ തൊഴിലിനും അതിൻ്റെതായ രീതിയുണ്ടല്ലോ. വീട്ടു ജോലിക്കാരിയാകുമ്പം അതിന്റെ രീതി. എന്നെ ഇട്ട് വിഷമിപ്പിക്കാതെ കാര്യം പറ കുട്ടി. അല്ല, നമ്മളാ ധനപാല സാറിന്റെ വീട്ടിലേക്ക് കുറച്ച് പലവ്യഞ്ജനങ്ങളും സാധനങ്ങളും ഒക്കെ. അയ്യോ എനിക്ക് ചുമക്കാൻ വയ്യേ, നടു ഒടിഞ്ഞു. കുട്ടി കുട്ടി എന്തൊക്കെയായി പറയുന്നത്? ഭാരം ചുമന്ന് നടുവൊടിഞ്ഞെന്നു. എന്റെ ഈശ്വരാ, വേണ്ട കുട്ടി, വേണ്ട, അരുത്, എന്നെ തടയരുത്. ഇതെന്റെ അവകാശമാ കുട്ടി, അവകാശം. വരൂ, നടക്കൂ, ഇത് ഞാനെടുക്കാം. ഞാനെടുക്കാം. ഒന്ന് കൈത്താങ്ങ് തരൂ, കൈത്താങ്ങ് തരൂ കുട്ടി. അതൂടെ അതൂടെ കുട്ടി നടക്കൂ. നടക്കണം. അയ്യോ അമ്മാവനെ കൊണ്ട് ഇതൊന്നും പറ്റൂല. ആവാത്ത കാര്യത്തിന് ചാടി പുറപ്പെട്ട് വെറുതെ കഴുത്തൊടിക്കാതെ. ഇതൊക്കെ എനിക്ക് പുഷ്പമാണ്, പുഷ്പം. പണ്ട് ഞാൻ ഭയങ്കര ഫയൽമാനായിരുന്നു. ഫയൽമാൻ പണ്ടല്ല, ഇപ്പോഴും ഞാൻ ഭയങ്കര ചട്ടമ്പിയാ, ഭയങ്കര ശക്തിമാനാ. പിന്നെ ഉണക്ക ഈർക്കില് പോലെ ഇരിക്കുന്ന ശരീരം കണ്ട അങ്ങനെയൊന്നും തോന്നൂലല്ലോ. ഊതിയ പറക്കുമെന്നല്ലേ തോന്നുന്നു. കുട്ടി, മെലിഞ്ഞ ബോഡി ഭയങ്കരമായ ആരോഗ്യത്തിന്റെ ലക്ഷണമാണ്. അയ്യോ അമ്മാവന് ഭാരം തോന്നണം, അതെ പിടിക്കണോ? ചുമട്ട് തരണ പോട്ടമ്മാവ. കുട്ടി നടന്നോ, കുട്ടി നടന്നോ. അമ്മാവന്റെ കാര്യം. അമ്മാവ തല വേദനിക്കുന്നെങ്കിൽ പറയണേ. വേദന ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നതാണ് വേദനിപ്പിക്കുന്നത്. മനസ്സിൽ ഉൾക്കടമായ സ്നേഹം നിറഞ്ഞവർ വേദന അറിയില്ല കുട്ടി. എന്താ മാവ മനസ്സിൽ കടന്നിറങ്ങ? കടവല്ല, ഉൾക്കടം, ഉൾക്കടം, ഉൾക്കടമായ സ്നേഹം. കുട്ടിക്കറിയാവോ, എനിക്കൊരു ദുഃഖമുണ്ട്. ഒറ്റപ്പെട്ടവന്റെ ദുഃഖമല്ലേ, അതറിയാം അമ്മാവ. ഉത്സാഹിച്ച് നടക്കണോ അമ്മാവ? ചടേന്ന് നടന്ന 10 മിനിറ്റ് കൊണ്ട് ധനപാല സാറിന്റെ വീട്ടിലെത്തും. അയ്യോ അമ്മാവൻ തളർന്ന എങ്കിൽ പറയണം. തളരാനോ? സ്നേഹിക്കുന്നവർക്ക് മുമ്പിൽ ചിലപ്പോൾ തളരും, പക്ഷേ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരു ജോലി ചെയ്യുമ്പോൾ തളരില്ല കുട്ടി, തളരില്ല. കാല് നേരത്തുറക്കുന്നില്ല, വെള്ളം അടിച്ചോണ്ടോ? ഈ അമ്മാവ് എന്തിനു വഴിയെ പോരോടെ ഉള്ള മറുപടി പറയണത്? അമ്മാവ് നടക്കണം, ഇങ്ങോട്ട് ഇതിലെ ഞാൻ ചുമക്കാം. അമ്മാവ ഉള്ളോളം ദൂരം കൂടെ ഉള്ളു. ആ വളവ് കഴിയുമ്പോ ധനപാല സാറിന്റെ വീടാ. അയ്യോ വയ്യേ,
ദാണ്ടെ ഇവിടം വരെ തോണ്ടെ ആ മൂല വരെ അയ്യോ ഈ അമ്മാവ ഈ അമ്മാവ എന്റെ കുഞ്ഞെ ഞാൻ പറയാറില്ലേ ഈ ആണുങ്ങളൊക്കെ ഏറ്റവും വലിയ പാഷാണങ്ങളാ അതേ സമയം തന്നെ ഏറ്റവും വലിയ അപ്പാവികളും നമുക്ക് എങ്ങനെ വേണോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിക്കാൻ എന്നാലും ഇത് ഇത്തിരി കടുത്തു പോയില്ലേ ചേച്ചി? പാവം കിട്ടും. ഇത്രയും വലിയ ഭാരം ആ പാവത്തിനെ കൊണ്ട് ചോമിപ്പിച്ചില്ലേ? അങ്ങേർക്ക് അത് വലിയ സന്തോഷമായി. മറ്റുള്ളവർക്ക് സന്തോഷിക്കാൻ വേണ്ടി ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. അത്രേ എന്നെ പോലുള്ള സാധു ജീവിക്ക് ചെയ്യാൻ പറ്റൂ. കേട്ടാ ഒറ്റപ്പെട്ടവന്റെ നിലവിളി കേട്ടാ. അയ്യോ സുഖമാണല്ലോ അല്ലേ? അയ്യോ അമ്മാവ ഇത് ആരോട് സംസാരിക്കുന്നത്? കുട്ടിയോട് തന്നെ. കഴുത്തിനൊരു ഉളുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ നേരെ തിരിഞ്ഞു വരത്തില്ല. ഇന്നലെ ധനപാല സാറിന്റെ വീട്ടിലേക്ക് ചുമട് ചുമന്നതിന്റെ ചുമടിന് എന്റെ കഴുത്തിനെ വേദനിപ്പിക്കാനേ സാധിക്കും. ആ വേദന എന്റെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം മധുരവേദനയാ, മധുരവേദന. അമ്മാവൻ പോണം, ചെല്ലണം, അല്ലെങ്കിൽ ഇനിയും ദേഹം വേദനിക്കും. നല്ല മഴ വരണം, പോണം, ചെല്ലണം. ഞാൻ വന്നത് ഒരു കാര്യം പറയാനായിട്ടാ. എന്താ സാറേ? സാറോ? ഞാൻ കുട്ടിയാണെങ്കിൽ അമ്മാവ സാറ്, സാറും കുട്ടിയും. സാറ് പറയണം, എന്ത് കാര്യ പറയാനും. കുട്ടി എന്നെ പരിഹസിക്കരുത്. ചേച്ചി അമ്മാവനോടുള്ള ബഹുമാനം കൊണ്ട് പറഞ്ഞതാ അല്ലേ ചേച്ചി? അതെ സാർ, ഞാൻ പരിഹസിച്ചതല്ല. സത്യം സത്യം. അമ്മാവനെ കണ്ടാലേ സ്കൂളിലൊരു സാറാണെന്ന് തോന്നുന്നു. കയ്യിലൊരു കമ്പും ഡസ്റ്റർ കൂടി വെച്ചാ മതി. ഏയ് സാറ് കമ്പ് പോലെ ഉണക്ക പത്തലായിട്ടല്ലേ ഇരിക്കണം. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഒരു കമ്പ്. ഇത് പരിഹസിച്ചതാണോ? ചേച്ചി സാറിനോടുള്ള അല്ല അമ്മാവനോടുള്ള സഹതാപം കൊണ്ട് പറഞ്ഞതാ. മതി, അത് കേട്ടാ മതി. എനിക്ക് സന്തോഷമായി. ഞാൻ പറയാൻ വന്നതേ, എന്റെ കഴുത്തുളുക്കിയെങ്കിലും ചുമട് ചുമക്കാൻ ഞാൻ സദാ സന്നദ്ധനാണ്. എനിക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല. അതേ ഉള്ള എന്റെ ഒരു പരാതി. അച്ചോ, അതാണോ കഷ്ടം. എന്റെ വീട്ടിന് ചുറ്റുമതിൽ കെട്ടണം. അതിന് അരലോട് കരിങ്കല്ല് വേണം. ചുമന്നോണ്ട് വരാ, ഞാൻ ചുമന്നോണ്ട് വരാ. കുട്ടി സ്ഥലം പറഞ്ഞു തന്നാ മാത്രം മതി. ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് പോവാ. ഒരു കാര്യം ചെയ്യണം അമ്മാവ. അമ്മാവ ഇന്നും കൂടി റെസ്റ്റ് എടുക്കണം. കരിങ്കല്ല് 2 ദിവസം കഴിഞ്ഞേ ലോഡ് ഇറക്കത്തുള്ളൂ. ആ 2 ദിവസം പെട്ടെന്ന് കടന്നു പോയിരുന്നെങ്കിൽ എന്നെ സംബന്ധിച്ച് അത് 2 ദിവസമല്ല, 2 യുഗമാ. 2 യുഗം. അത് തന്നെ, ഓരോ യുഗത്തിലും ഓരോ അവതാരങ്ങളും. അമ്മാവയും പോണം, പോയി കുളിച്ച് റെസ്റ്റ് എടുക്കണം. തലയിൽ തേക്കുന്ന എണ്ണയില് 2 നെല്ലിക്കയും കൂടി ഇട്ട് കാച്ചണം. തലയൊന്ന് തണുക്കട്ടെ, ഒരു താളം കിട്ടട്ടെ. അപ്പോ എന്റെ ആരോഗ്യ കാര്യത്തിൽ കുട്ടിക്ക് ശ്രദ്ധയുണ്ടല്ലേ? മതി, എനിക്ക് സന്തോഷമായി. ഞാൻ പോട്ടെ കുട്ടി. പോയിട്ട് വാ സാറേ. പിന്നെ സാറേ, അങ്ങോട്ട് പോകുമ്പോഴേ ഒരറ്റം ചേർന്ന് പോണം. അവിടെ ഒരു കല്ല് കിടപ്പുണ്ട്, വിടാതെ പോണേ. ഞാൻ പോണം. അയ്യോ പാവം. അങ്ങനെയല്ല പറയാനുള്ളത്. പിന്നെ കഷ്ടം. ആഹാ, ബോസ്റ്റല്ലേ വെറുതെ ഇരിക്കുന്നത്? അയ്യോ ചേട്ടാ, ആ? അത് മുളക് പൊടിയാ. അയ്യോ, ബൂസ്റ്റ് ദേ ആ കുപ്പിയില. ഇപ്പൊ അബദ്ധം പറ്റിയാന. എന്റെ പിള്ളേര് മൊത്തം ഇപ്പൊ എന്റെ ചുറ്റും കൂടിയാനല്ലേ? അല്ല ചേട്ടാ, നമ്മൾ ഇവിടെ നിൽക്കുന്നതില് സതിച്ചേച്ചിക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ? വരും വരും. നമ്മുടെ വീട്ടിൽ വേറെ ആരെങ്കിലും വന്നു കയറി മുകളിലത്തെ നില ഓഫീസും ഒക്കെ ആയിട്ട് കഴിഞ്ഞു കൂടിയാ നമുക്കൊരു അതൃപ്തി തോന്നത്തില്ലേ? അത് ശരി. പക്ഷെ നോക്ക്, ആ അതൃപ്തി നമ്മൾ നമ്മുടെ ബുദ്ധിപരമായ കരുനീക്കത്തിലൂടെ നമുക്ക് അനുകൂലമാക്കണം. അല്ല ചേട്ടാ, അതെങ്ങനെ? എപ്പോഴും ഞാൻ നിന്നെ ഉപദ്രവിക്കുക ആക്രമിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും സതിച്ചേച്ചിക്ക് നിന്റെ അടുത്ത് ഒരു സഹതാപം തോന്നും. അത് നേരെ. അതാണ്. ഇന്നലെ എന്നെ ആശ്വസിപ്പിച്ചു. ആണല്ലേ? അതാ പറഞ്ഞത്. ഒരു പരസ്പര ഉടക്കിലൂടെ നമുക്കിവിടെ എത്ര കാലം വേണമെങ്കിലും പിടിച്ചിരിക്കാം. നിന്നോടൊരു സഹതാപം, എന്നോടൊരു ഇഷ്ടക്കേട്, ഇതിനെ നമ്മൾ ബാലൻസ് ചെയ്ത് പോണം. നീ അപ്പുറത്ത് കണ്ട ആ സുഗുണന് ശാരദ, നരേന്ദ്ര സാറിന്റെ വീടാണോ സുഗുണന്റെ വീടാണോ എന്ന് നമുക്ക് സംശയം തോന്നും. മനസ്സിലായ? അതാണ് ബുദ്ധിപരമായ കരുനീക്കം. അയ്യേ, എന്നാലും ആ സുഗുണനും ശാരദ
അവർക്കൊരു നാണവും ഇല്ലേ? എവിടെ മറ്റുള്ളവരുടെ വീട്ടിൽ കയറി സ്വന്തം വീട് പോലെ അങ്ങ് കഴിയാൻ. ശ്ശോ, അയ്യോ. അഭിമാനമില്ലാത്ത ആളുകളുടെ എണ്ണം ഈ നാട്ടിൽ ഇങ്ങനെ കൂടി കൂടി വന്നോണ്ടിരിക്കുക. എന്തുവാ ആ സുഗുണനെ കണ്ട ഞാനിപ്പം മുഖത്ത് പോലും നോക്കത്തില്ല. എടി നമുക്കൊരു സ്റ്റാർ വാല്യൂ ഇല്ലേ ശകുന്തള? പിന്നെ നാരായണ അമ്മേ ഭഗവാനെ രക്ഷിക്കണേ. എന്റെ അമ്മോ, ദാ അവര് വരുന്നുണ്ട്. നിക്ക് നിക്ക്. നമുക്ക് മറ്റേ തുടങ്ങാം. ഡേയ് നോക്ക്, നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ നിന്റെ അച്ഛൻ എനിക്കൊരു വാക്ക് തന്നിരുന്നു. എന്താണെന്നറിയോ? ആ കരക്കാരുടെ മുമ്പ് വെച്ച് എന്തുവാ, ഞാൻ സമ്പാദിക്കുന്നത് മുഴുവൻ എന്റെ മകൾക്കുള്ളതാണെന്ന്. അത് വിശ്വസിച്ച് ഞാൻ ശ്രീധന കാശ് ചോദിച്ചില്ല. പിന്നെ നിന്നെ കെട്ടിയെടുത്ത് കഴിഞ്ഞപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് നിന്റെ അച്ഛൻ സമ്പാദിച്ചത് മുഴുവൻ കടമായിരുന്നെന്ന്. എടി വിടില്ലടി, വിടില്ല, നിന്നെ ഓടിക്കാൻ വിടില്ല. നീ ശ്രീധന കാശ് ബാക്കി കൊണ്ട് ഇങ്ങോട്ട് വന്ന് കേറിയാ മതി കേട്ടാ. എടി ശ്രീധരത്തിന്റെ ബാക്കിയില്ലേ നീ നിന്റെ കൊച്ചിനെ വിളിച്ചിട്ട് പോടി. വഞ്ചകി, ദുഷ്ട, സാമദ്രോഹി. അടിച്ച് നിന്നെ ഉണ്ടല്ലോ. ഇതെന്തോന്നിത്? ഓടിക്കേ, ഞാനാണ് ഡാഡി പറയുന്നത്. നിനക്ക്? ലത ചേച്ചിയാണ് പറയുന്നത്. നിന്നെ കൊല്ലും ഞാൻ കേട്ടാ. ഒന്ന് അടങ്ങ്, ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാം. ഇല്ല ചേച്ചി, യവക്ക് രണ്ട് പറ്റിച്ചാലേ ശരിയാവും. വലിച്ചീറി ഒത്തിരിക്കാൻ കേട്ടോ. നീ വഞ്ചകി, ഇങ്ങോട്ട് പോ, പോ മക്കളെ. എനിക്ക് ശ്രീധനത്തിന്റെ ചേച്ചിയാണ് പറഞ്ഞത്, പോ. ഡേ ഈ ചേച്ചി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനിപ്പോ പോവാണ്. കാരണം എന്താണെന്നറിയോ? ഇവരെനിക്ക് എന്റെ സ്വന്തം ചേച്ചിയെ പോലാണ്. ഇങ്ങനെയുള്ളൊരു മകനീയ സ്ത്രീ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. നീ പോ മക്കളെ, പോ. എന്തടി ഒറ്റ അടി വെച്ചേരും കേട്ടാ. നീ പോ മക്കളെ, പോ. അയ്യോ. മോളെ കരയാതെ, ഈ ജീവിതം മടുത്തു. നീ കരയാതെ. മോളെ ഞാനുണ്ട്. എനിക്ക് ആരുമില്ല ചേച്ചി. ആരുമില്ലാത്തവർക്ക് കണ്ണീരെങ്കിലും വേണ്ട കൂട്ടായിട്ട്. ഞാൻ കരയും. അയ്യോ, നോക്ക് ശൗന്തളെ, ദേ നോക്ക്. നോക്ക്, നിനക്ക് എല്ലാരും ഉണ്ട്. ഈ ലത ചേച്ചിയുണ്ട്, ഇവിടുത്തെ സതിക്കുഞ്ഞുണ്ട്, ചേട്ടനെ പോലെ വിശ്വാസാറുണ്ട്. കണ്ണുടയ്ക്ക്, കണ്ണുടയ്ക്ക് ചേച്ചി. ഇനി ഇങ്ങോട്ട് നോക്ക്, ഒന്ന് ചിരിച്ചേ, ചേച്ചി കാണട്ടെ. ചിരി. അതെ തന്നെ. അയ്യോ അയ്യോ.